ഞാൻ സിനിമയിൽ വന്നിട്ടില്ലാത്ത സമയം ഒരു പൊടിച്ചെക്കനാണ് ഞാൻ. ഒരു സിനിമാ സെറ്റിൽ ഒരു സെക്യൂരിറ്റി എന്നെ പിടിച്ച് തള്ളി. ചിലരൊക്കെ നോക്കി നിന്നു, ചിലരൊക്കെ ചിരിച്ചു. വല്ലാത്ത അപമാനമായി തോന്നി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരു പരിപാടിയിലെത്തിയപ്പോൾ എനിക്ക് ഡോറ് തുറന്നു തന്നത്, ഗേറ്റ് തുറന്നു തന്നത് അതേ സെക്യൂരിറ്റിയാണ്, ദിലീപ്. ഇതാണ് റിവഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളെപ്പോഴും ഒരു പ്രചോദനം തന്നെയാണ്. എത്ര മനോഹരമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. എന്നും ചിത്രഗീതത്തിലൊക്കെ മീശമാധവൻ്റെയും തിളക്കത്തിലെയും നല്ല നല്ല പാട്ടുകൾ, എത്ര നല്ല ഓർമ്മകൾ. ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ എത്രയോ കണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വളരെ ആ കേസ് വന്നു, അതൊക്കെ നിൽക്കട്ടെ, അവിടെയൊക്കെ മാറ്റി വയ്ക്കാം. എങ്കിലും ഇപ്പോഴും ആ പഴയ ദിലീപേട്ടനെ വളരെ മിസ് ചെയ്യുന്നുണ്ട്. ആ കോമ്പോകൾ നമ്മളൊക്കെ ദിലീപേട്ടൻ, ഹരിശ്രീയേട്ടൻ, സലീമേട്ടൻ, ഇന്ദ്രൻസേട്ടൻ, കൊച്ചിങ്ങിനീപ്പേട്ടൻ, ഹനീഫക്ക, ജഗതി ചേട്ടൻ, ഇവരൊക്കെ ഈ 4 ഇത്രയും ഹാസ്യ സാമ്രാട്ടുകളൊക്കെ ഒരുമിച്ചാൽ ഇവിടെ ദിലീപേട്ടനുണ്ട് കേട്ടോ. ഈ ആൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഥയോ ലോജിക്കോ ഒന്നും നോക്കില്ല, ആ പടം പോയി കാണാം. എത്ര മനോഹരമായിരുന്നു. വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അപമാനത്തിനും ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. നിങ്ങൾക്ക് മലയാള സിനിമയ്ക്ക് നല്ലൊരു കിട്ടിയൊരു മാണിക്യം തന്നെയാണ് നിങ്ങൾ. ഒരിക്കലും മറക്കില്ല. എത്ര കുട്ടിക്കാലം മനോഹരമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിരപരാധി തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ദിലീപേട്ടൻ തിരിച്ചു വരും. തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഇത് നേരിടുന്നുമുണ്ട് എന്നറിയാം. എന്നിരുന്നാലും പ്രതിസന്ധികളൊക്കെ തച്ചുടച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ദിലീപേട്ടൻ മുന്നിട്ട് തന്നെ വരും. എല്ലാവിധ ആശംസകളും ആയുസ്സും ദൈവം നൽകട്ടെ.